Okay, hello and welcome to Anais Academy. Welcome to our daily news analysis. So today we are going to discuss news and articles from the Hindu newspaper 5th August 2025. Okay, moving on to first article. Trump threatens to impose substantially higher tariff on India. So ഈ ഒരു ന്യൂസ് ആർട്ടിക്കിൾസ് ഡിസ്കസ് ചെയ്യുന്നത് റീസെന്റ് ആയിട്ട് ഇന്ത്യൻ ഇമ്പോർട്ടിന് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കുറച്ച് താരിഫ് ഏർപ്പെടുത്തിയ കാര്യവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പൊ എന്തിനാണ് ഈ ഇന്ത്യൻ ഇമ്പോർട്ട്സിന് താരിഫ് ഏർപ്പെടുത്തുന്നത്? ഡൊണാൾഡ് ട്രംപ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ബൈലാറ്ററൽ റിലേഷൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ബന്ധം എൻഹാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ട്രംപിന് ആ ഒരു ബന്ധം ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഇന്ത്യൻ ഇമ്പോർട്ടിന് ഡൊണാൾഡ് ട്രംപ് എന്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? സബ്സ്റ്റാൻഷ്യലി ഒരു ഹയർ താരിഫ്. അതായത് ഇന്ത്യൻ പ്രൊഡക്ട്സ് അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ വളരെ വലിയൊരു താരിഫാണ് ആര് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഡൊണാൾഡ് ട്രംപ്. ഓക്കെ, so the existing announcement includes 25% tariff on Indian imports effective from August 7. അപ്പോൾ ഓഗസ്റ്റ് 7 മുതലാണ് ഈ ഒരു താരിഫ് ഇന്ത്യൻ ഇമ്പോർട്ടിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അതായത് ഇന്ത്യൻ പീപ്പിൾസ് ഇവിടുന്ന് അങ്ങോട്ടേക്ക് അയക്കുന്ന സാധനത്തിന് എന്താണ് അവിടെ ഇമ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ കൂടുതൽ താരിഫ് ഉൾപ്പെടുത്തുന്നു. ഓക്കെ, അതാണ് ബേസിക്കലി താരിഫ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺസ്പെസിഫൈഡ് പെനാൽറ്റി ത്രെറ്റൻഡ് ഇൻ റെസ്പോൺസ് ടു ഇന്ത്യാസ് എക്കണോമിക് പോളിസീസ് ആൻഡ് പർച്ചേസസ് ഫ്രം റഷ്യ. അപ്പൊ ഇന്ത്യ റീസെന്റ് ആയിട്ട് എന്താണ് എനർജി ആൻഡ് മിലിറ്ററി എക്യുപ്മെന്റ്സ്, റഷ്യയിൽ നിന്നുള്ള എനർജി ആൻഡ് മിലിറ്ററി എക്യുപ്മെന്റ്സ്. ഓക്കെ, സോ റീസെന്റ് ആയിട്ട് ഇന്ത്യൻ ഇമ്പോർട്ട്സിന് ഇത്രയും വലിയ ഹയർ താരിഫ് ട്രംപ് ഉൾപ്പെടുത്തിയതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധം മുന്നോട്ടേക്ക് പോകുന്നു. അപ്പൊ അത് ഓഫ് കോഴ്സ് അത് ട്രംപിനെ ചൊടിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പൊ എന്താണ് ഇന്ത്യൻ ആൻഡ് റഷ്യൻ എക്കണോമിക് ടൈസ്, എസ്പെഷ്യലി എനർജി ആൻഡ് മിലിറ്ററി എക്യുപ്മെന്റ് ഇമ്പോർട്ട്സ് ഫ്രം റഷ്യ. ഓക്കെ, ട്രംപ് സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ ഇന്ത്യനെ ക്രിട്ടിസൈസ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് എന്താണ് റഷ്യയുമായിട്ട് പുതിയൊരു ബന്ധം സ്ഥാപിക്കാൻ പോകുന്നത്, എസ്പെഷ്യലി എനർജി ആൻഡ് മിലിറ്ററി എക്യുപ്മെന്റ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ട്രംപ് അതിൽ ഇറിറ്റേറ്റഡ് ആയിരിക്കുകയാണ്. ഇന്ത്യ US റിലേഷൻസ് തകരുമോ എന്നുള്ള പേടിയാണ് ഈ ഒരു ഹയർ താരിഫ് ഉൾപ്പെടുത്താനുള്ള മെയിൻ കാര്യം. Tariffs by the US are levied on importers in the US, but they can indirectly affect Indian exporters and bilateral trade balance. Okay, so that means India government, അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു പ്രൊഡക്റ്റ്, 100 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ അമേരിക്കയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ അമേരിക്കയിൽ ഓൾറെഡി ഇതിന് 25 റുപ്പീസ് ആണ് ഇതിന് താരിഫ് എന്ന് ഉൾപ്പെടുത്തുക. ഓക്കെ, 25 റുപ്പീസ് ആണ് ഇന്ത്യയിലുള്ള ഒരു പ്രൊഡക്റ്റ് അമേരിക്കയിൽ വിൽക്കാൻ വേണ്ടിയിട്ട് അമേരിക്കൻ ഗവൺമെന്റ് നൽകേണ്ട പൈസ. ബട്ട് എന്ത് ചെയ്തു ട്രംപ്? ഈ ഒരു താരിഫ് ഇൻക്രീസ് ചെയ്തു. അതായത് ഇനി 100 രൂപയുടെ പ്രൊഡക്റ്റ് അമേരിക്കയിൽ പോയി വിൽക്കണം എന്നുണ്ടെങ്കിൽ ട്രംപ് പറഞ്ഞു നിങ്ങൾ 25 രൂപക്ക് പകരം 50 രൂപ നൽകണം. ഇതാണ് ബേസിക്കലി താരിഫ് എന്ന് പറയുന്നത്. അപ്പൊ 25 രൂപയിൽ നിന്ന് 50 രൂപയിലേക്ക് ഈ ഹൈക്ക് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്നു. ഇതിന്റെ മെയിൻ കാര്യം ഇന്ത്യ US എന്ന് പറയുന്ന റിലേഷനിൽ നിന്ന് എന്താണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ട്രേഡ് ബാലൻസ് അല്ലെങ്കിൽ ഒരു ട്രേഡ് റിലേഷൻസ് മുന്നോട്ട് വന്നുകൊണ്ടാണ് ഈ ഒരു നീക്കം ദാറ്റ് മീൻസ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇത് ആരെയാണ് ബാധിക്കുന്നത്? എസ്പെഷ്യലി ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിനെയാണ് ഈ ഒരു കാര്യം കൂടുതലായും ബാധിക്കുക, അല്ലെ? ഇന്ത്യയിലുള്ള പ്രൊഡക്റ്റുകൾ അമേരിക്കയിൽ കൊണ്ടുപോയി വിൽക്കാൻ സാധിക്കില്ല, ബിക്കോസ് ഹയർ താരിഫ് ആയിരിക്കും. അപ്പൊ ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സിനെയാണ് കൂടുതലും ഈ ഒരു കാര്യങ്ങൾ ബാധിക്കുന്നത്. ഓക്കെ, the Commerce Minister of India Piyush Goyal informed Parliament that the government is studying the implications of these announcements, consulting stakeholders, and would take all steps necessary to secure our national interest. അപ്പോൾ നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ ഓൾറെഡി പാർലമെന്റിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഇതിനാവശ്യമായിട്ടുള്ള കരുതലുകൾ എടുത്തോളാം. ഓക്കെ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ട് കൺസൾട്ട് ചെയ്യാം. ഇന്ത്യൻ സെക്യൂരിറ്റി അല്ലെങ്കിൽ നാഷണൽ ഇൻട്രസ്റ്റ് സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള നടപടികൾ ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ് എന്ന് ഓൾറെഡി നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ പാർലമെന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. The higher tariff would place Indian exporters at disadvantage compared to some competitors, impacting sectors like manufacturing, pharmaceuticals and possibly IT-enabled services. അപ്പോൾ എസ്പെഷ്യലി ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ മാനുഫാക്ചറിങ് ഗുഡ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽസ് ആയിരിക്കാം, അതല്ലെങ്കിൽ IT-enabled സർവീസസ് ആയിരിക്കാം. അപ്പം ഇത്തരം കാര്യങ്ങൾക്ക് ഹയർ താരിഫ് ട്രംപ് ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ആരെയായിരിക്കും ബാധിക്കുന്നത്? ഈ പറഞ്ഞിട്ടുള്ള സെക്ഷനിലുള്ള വർക്കേഴ്സിനെയോ അല്ലെങ്കിൽ ബിസിനസിനെയോ ആയിരിക്കും ബാധിക്കുന്നത്. ഓക്കെ, Trump public statements linked the additional penalty to what he perceives as India's protectionist policies.
and also invoked the ongoing Ukraine war as a broader context for penalizing countries trading with Russia. അപ്പോൾ ഇതിൽ പുതിയൊരു കണ്ടക്സ്റ്റ് പറയാണ്. അപ്പൊ റഷ്യ ഉക്രൈൻ വാർ, ഓക്കെ, കുറച്ചു കാലം മുന്നേ നടന്നിരിക്കുന്ന വാറാണ് റഷ്യ ഉക്രൈൻ വാർ. ഇതിൽ ഉക്രൈന്റെ ഭാഗത്താണ് അമേരിക്ക ഉണ്ടായിരുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ റഷ്യ എന്ന് പറഞ്ഞിരിക്കുന്ന റൈവൽ രാജ്യമായിട്ടാണ് ആര് കാണുന്നത്? അമേരിക്ക കാണുന്നത്. ഓഫ് കോഴ്സ് റഷ്യ മാത്രമല്ല, ചൈനയും കൂടി അമേരിക്കയുടെ റൈവൽ രാജ്യമായിട്ട് കാണുന്നത്. ബട്ട് റഷ്യയും ഒരു റൈവൽ രാജ്യമായിട്ടാണ് അമേരിക്ക കാണുന്നത്. അതുകൊണ്ട് തന്നെ റഷ്യയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ട്രേഡ് റിലേഷൻസോ മറ്റെന്തെങ്കിലും റിലേഷൻസോ നിൽക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ട്രംപ് ഇത്തരത്തിലുള്ള സാങ്ഷൻസുകളോ അല്ലെങ്കിൽ ഹയർ താരിഫുകളോ കൊണ്ടുവരും. ഇപ്പൊ റീസെന്റ് ആയിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഒരു എനർജി ആൻഡ് മിലിറ്ററി എക്യുപ്മെന്റ്സിന്റെ ട്രേഡ് റിലേഷൻസിൽ വന്നത് കൊണ്ടാണ് ട്രംപ് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റി മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. സോ ഇതിന്റെ മെയിൻ കാര്യം എന്താണ്? ദ മൂവി ഈസ് പാർട്ട് ഓഫ് റീസെന്റ് പാറ്റേൺ ഓഫ് ഇൻക്രീസിംഗ് പ്രൊട്ടക്ഷനിസം ആൻഡ് ബൈലാറ്ററൽ എക്കണോമിക് പ്രഷർ ബൈ ദ യുഎസ്, പെർട്ടിക്കുലർലി അണ്ടർ ദ ട്രംപ് അഡ്മിനിസ്ട്രേഷൻസ് അമേരിക്ക ഫസ്റ്റ് ഡോക്ട്രൈൻ. അതായത് ട്രംപ് ഉദ്ദേശിക്കുന്ന കാര്യം, അമേരിക്കയാണ് ലോക രാജ്യങ്ങളിൽ ഒന്നാമതായിരിക്കേണ്ടത്. അമേരിക്ക അങ്ങനത്തെ ഒരു ഡോക്ട്രൈൻ ഉണ്ട്, അമേരിക്ക ഫസ്റ്റ് ഡോക്ട്രൈൻ. അതായത് അവരായിരിക്കണം ലോകരാജ്യങ്ങൾക്ക് ഏറ്റവും മുന്നിൽ. അപ്പം ഇന്ത്യ റഷ്യ അല്ലെങ്കിൽ ഇന്ത്യ ജപ്പാൻ ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് എന്ത് സംഭവിക്കും? അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പോളിസി നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, ആ ഒരു കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നഷ്ടപ്പെടും എന്നുള്ള പേടിയുള്ളത് കൊണ്ടാണ് ഇന്ത്യക്കെതിരെ ഇത്രയും വലിയൊരു ടാരിഫ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. This episode highlights the interplay between the trade policy, geopolitics, especially with respect to energy security, defense ties and major power rivalries. ഇപ്പൊ മേജർ ഒരു പവർ റൈവലറീസ് ആണ്, പവർ ബ്ലോക്ക് ആണ്. വേൾഡിൽ നമുക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡിൽ 2 പവർ ബ്ലോക്കുകളാണ്. ഒന്ന് ഏഷ്യൻ പവർ ബ്ലോക്കും ഒന്ന് അമേരിക്കൻ പവർ ബ്ലോക്കും. ഓക്കെ, ഈ 2 പവർ ബ്ലോക്കുകൾ തമ്മിലുള്ളൊരു റൈവലറി ആണ് ഈ റീസെന്റ് ആയിട്ട് നടന്നിരിക്കുന്ന താരിഫിൽ റിഫ്ലക്റ്റ് ആയി കാണുന്നത്. ഓക്കെ, മൂവിംഗ് ഓൺ നെക്സ്റ്റ് ആർട്ടിക്കിൾ, ദ മിസ്സിംഗ് ലിങ്ക് ഇൻ ഇന്ത്യസ് ബാറ്ററി വേസ്റ്റ് മാനേജ്മെന്റ്. GS Paper 3 Environment, Economy, Science and Tech, Environmental Conservation, and GS Paper 2 Governance, Policy Making and Implementation. സോ ഈ ഒരു ആർട്ടിക്കിൾസിൽ സിമ്പിൾ ആയിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് റീസെന്റ് ആയിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇലക്ട്രിക് വെഹിക്കിൾസിന് മെയിൻ ആയിട്ട് വേണ്ട എന്താണ്? ബാറ്ററി. സോ ഈ ബാറ്ററി ഉപയോഗിച്ചതിന് ശേഷം ഈ ബാറ്ററി വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് മാനേജ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ബാറ്ററി വേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഈ ഒരു ആർട്ടിക്കിൾസിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു പോയിന്റ്. ഓക്കെ, സോ അതാണ് പറഞ്ഞ റൈസിംഗ് ബാറ്ററി വേസ്റ്റ് ചലഞ്ച്. ബാറ്ററി വേസ്റ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയുടെ ഡീകാർബണൈസേഷൻ 2030 ആവുന്നതോട് കൂടി തന്നെ സീറോ കാർബൺ എമിഷൻ, 2030 കൂടി സീറോ കാർബൺ എമിഷൻ മെത്തേഡാണ് നമ്മുടെ ഇന്ത്യ സ്വീകരിക്കാൻ പോകുന്നത്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഡീകാർബണൈസേഷൻ, അതായത് വണ്ടികളൊക്കെ മീൻസ് നോർമൽ ഫ്യൂലുള്ള വണ്ടികളൊക്കെ ഒഴിവാക്കിയിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസുകൾ യൂസ് ചെയ്യാം. അങ്ങനെയെങ്കിൽ കാർബൺ എമിഷൻസ് കുറക്കാം. അതാണ് ഡീകാർബണൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം rapid electrification and push for decarbonization in India, especially through electric vehicles adoption and renewable energy storage, has led to massive projected increase in the lithium battery demand. അപ്പോൾ ഡീകാർബണൈസേഷന്റെ ഭാഗമായിട്ട് സോ ഡീകാർബണൈസേഷന്റെ ഭാഗമായിട്ട് എന്താണ്? നോർമലി ഉള്ള വണ്ടികളൊക്കെ ഒഴിവാക്കിയിട്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് കൊണ്ടുവരാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസിന് എന്ത് വേണം? കൂടുതൽ ബാറ്ററി ആവശ്യമായിട്ടുണ്ട്. അപ്പൊ 2023 4 ജിഗാവാട്ട് മാത്രം ബാറ്ററി ഡിമാൻഡ് ഉണ്ടായിരുന്ന നമ്മുടെ രാജ്യം 2035 ആവുന്നതിന് കൂടി തന്നെ ഏകദേശം 139 ജിഗാവാട്ട് പെർ ഹവർ കപ്പാസിറ്റി ഉള്ള ബാറ്ററി ആർക്ക് ആവശ്യമായിട്ടുണ്ട്? ഇന്ത്യക്ക് ആവശ്യമായിട്ടുണ്ട്. വിത്ത് ഇന്ത്യസ് ഗ്രോയിങ് EV ആൻഡ് റിന്യൂവബിൾ എനർജി സ്റ്റോറേജ് സിസ്റ്റം, ബാറ്ററി വേസ്റ്റ് ഈസ് ബിക്കമിങ് സബ്സ്റ്റാൻഷ്യൽ പാർട്ട് ഓഫ് ടോട്ടൽ ഇ വേസ്റ്റ്. അതായത് ടോട്ടൽ നമ്മുടെ ഇ വേസ്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഇന്നലെ ഒരു ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇ വേസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അല്ലെ, റിപ്പയറബിലിറ്റി ഇൻഡെക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ് ഇ വേസ്റ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് വേസ്റ്റ് എന്ന് പറയാം. അപ്പം 70,000 ടൺസ് ഔട്ട് ഓഫ് 1.6 മില്യൺ ടൺസ് ഇൻ 2020. 2022 മാത്രം 70,000 ടൺ ടോട്ടൽ ഇ വേസ്റ്റിന്റെ 1.6 മില്യൺ ടൺസിൽ 70,000 ടൺ ആയതാണ്. 70,000 7 ലക്ഷം ടൺ. 7 ലക്ഷം ടണ്ണും നമ്മുടെ ബാറ്ററി വേസ്റ്റ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഇംപ്രോപ്പർ ഡിസ്പോസൽ ഓഫ് ലിഥിയം ബാറ്ററീസ് പോസസ് സീരിയസ് എൻവയറമെന്റൽ റിസ്ക്. സോ ഇതിൽ നമ്മുടെ ഈ വേസ്റ്റ് കൂടുക മാത്രമല്ല, ഇംപ്രോപ്പർ ആയിട്ട് ഈ ലിഥിയം ബാറ്ററീസ് ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഹസാഡസ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ലീക്ക് ചെയ്യും. അത് നമ്മുടെ സോയിൽ അതുപോലെ തന്നെ വാട്ടറിനൊക്കെ എന്ത് ചെയ്യും? പൊല്യൂട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, ഇംപ്രോപ്പർ ആയിട്ടുള്ള ഡിസ്പോസൽ ആണ്. കാരണം ലിഥിയം ബാറ്ററീസ് അല്ലെങ്കിൽ ബാറ്ററീസ് പോലും അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ നമ്മുടെ എൻവയറമെന്റിൽ വലിച്ചെറിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കും? നമ്മുടെ സോയിലിനെയും വാട്ടറിനെയും ഡാമേജ് അല്ലെങ്കിൽ പൊല്യൂട്ടഡ് ആക്കും. ഇതിന്റെ റെഗുലേറ്ററി റെസ്പോൺസ് എങ്ങനെയാണ്?
ബാറ്ററി വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് BWMR 2022 വന്നിരിക്കുന്ന റൂളാണ്. were notified to address these issues and regulate the management and recycling of battery waste. അപ്പോൾ ഓൾറെഡി അതിനകത്ത് ഈ ഒരു റൂൾസിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് നമ്മുടെ ബാറ്ററി എന്താണ് റീയൂസബിൾ ആയിട്ടുള്ള ബാറ്ററി റീയൂസ് ചെയ്യേണ്ടതും അതിന്റെ വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ബാറ്ററി വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ഓഫ് 2022 ഓൾറെഡി മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കീ ഇഷ്യൂ എന്തൊക്കെയാണ് ഇതിന്റെ മെയിൻ കീ ഇഷ്യൂസ്? ഫ്ലോർ പ്രൈസ് അണ്ടർ EPR. അപ്പൊ ഇതിൽ നമ്മളൊരു പോയിന്റ് പഠിക്കാൻ പോവാണ്, എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി. അപ്പൊ എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ബാറ്ററി മാനുഫാക്ചർ ആണെന്ന് കരുതാം. ഞാൻ ബാറ്ററി മാനുഫാക്ചർ ചെയ്യുന്നു, അത് മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഒരു കസ്റ്റമർ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ആ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു എന്നല്ല. അപ്പം ആ ഒരു ബാറ്ററിക്ക് ആവശ്യമായിട്ടുള്ള സർവീസ് കൊടുക്കുക. ഇൻ കേസ് ആ ബാറ്ററി ഡാമേജ് ആയി കഴിഞ്ഞാൽ റീയൂസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി കഴിഞ്ഞാൽ അത് റീസൈക്ലിങ്ങിന് വേണ്ടി തിരിച്ചെടുക്കാൻ തുടങ്ങിയിരിക്കുന്നതൊക്കെ ആസ് എ മാനുഫാക്ചർ എന്ന നിലയിൽ എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ദാറ്റ് മീൻസ് അതാണ് എക്സ്റ്റെൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്നോട് ഉദ്ദേശിക്കുന്നത്. Okay, EPR compels producers to finance battery collections and recycling, ensuring accountability throughout the battery life cycle. അപ്പോൾ EPR കൊടുക്കുന്നതുകൊണ്ട് ഈ ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ എന്ത് ചെയ്യണം? ബാറ്ററി കളക്ഷൻസ്, അതായത് മാർക്കറ്റിൽ ഒരു റീയൂസബിൾ ആയിട്ട് അല്ലെങ്കിൽ അൺയൂസബിൾ ആയിട്ടുള്ള ബാറ്ററി വരികയാണ്, അപ്പൊ അതിന്റെ ബാറ്ററി കളക്ട് ചെയ്യാനും അത് റീസൈക്കിൾ ചെയ്യാനുള്ള ഫണ്ടിങ് ഒക്കെ ആര് നൽകണം? ഈ ഓൾറെഡി ഈ ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനി നൽകിയിരിക്കണം. ഇതാണ് എക്സ്റ്റേണൽ പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദ മെയിൻ ചാലഞ്ച് ഈസ് ഫ്ലോർ പ്രൈസിങ്. ഇതിന്റെ മെയിൻ ചാലഞ്ച് വെച്ചാൽ ഫ്ലോർ പ്രൈസിംഗ് ആണ്. ഇപ്പൊ ഫ്ലോർ പ്രൈസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഞാനൊരു ബാറ്ററി പ്രൊഡ്യൂസറാണ്, അല്ലെങ്കിൽ ബാറ്ററി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി MD ആണ്. അപ്പൊ ഞാൻ മറ്റൊരു ഏജന്റിന് കൊടുക്കുകയാണ് ബാറ്ററി റീസൈക്ലിങ്ങിന് വേണ്ടി നിങ്ങൾ എടുത്തോളൂ എന്നുള്ളത്. ബട്ട് അതിന് ഞാൻ ഫിനാൻസ് ചെയ്യുന്നത് വളരെ കുറഞ്ഞൊരു റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവര് ഈ ബാറ്ററി തിരിച്ച് റീസൈക്ലിങ്ങിന് വേണ്ടി എടുക്കില്ല. ബിക്കോസ് ഞാൻ നൽകുന്ന പൈസ ചിലപ്പോൾ 100 രൂപയായിരിക്കും ഞാൻ നൽകുന്നത്. അവർക്ക് ഒരു ബാറ്ററി മാർക്കറ്റിൽ നിന്ന് റീസൈക്ലിങ്ങിന് വേണ്ടി എടുക്കാൻ വേണ്ടി 150 രൂപ ചിലവാണെന്നുണ്ടെങ്കിൽ അവര് ആ ഒരു പ്രോഗ്രാം അവർ ക്യാൻസൽ ചെയ്യും. ഇതാണ് ഫ്ലോർ പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പം വളരെ ലോ ആയിട്ടുള്ള ഫ്ലോർ പ്രൈസിംഗ് ആണ് നിലവിൽ നൽകിയിട്ടുള്ളത്. ഇഫ് ദ ഫ്ലോർ പ്രൈസ് സെറ്റ് ബൈ EPR is too low, legitimate recyclers struggle to cover their costs, pushing them out of the market. അതായത് EPR, ദാറ്റ് മീൻസ് ഈ പ്രൊഡ്യൂസേഴ്സ് നൽകുന്ന ഒരു എമൗണ്ട് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള റീസൈക്ലേഴ്സ്, അതായത് കുറച്ച് ജെനുവിൻ ആയിട്ടുള്ള റീസൈക്ലേഴ്സ് എന്ത് ചെയ്യും? അവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞത്, അപ്പോൾ ഞാനൊരു പ്രൊഡ്യൂസറാണ്, പ്രൊഡ്യൂസർ X എന്ന് കരുതുക. അവര് ഒരു റീസൈക്ലിംഗ് കമ്പനിക്ക് 100 രൂപയാണ് കൊടുക്കുന്നത് ഒരു ബാറ്ററിക്ക്. ബട്ട് ഒരു ബാറ്ററി തിരിച്ച് റീസൈക്ലിങ്ങിന് വേണ്ടി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് 150 രൂപയാണ് ചെലവ് എന്നുണ്ടെങ്കിൽ, ഒരു Y എന്ന കമ്പനി ആയിരിക്കും ബാറ്ററി റീസൈക്ലിംഗ് എടുക്കുന്നത്. 150 രൂപയാണ് ചെലവ് എന്നുണ്ടെങ്കിൽ ഓൾറെഡി ആർക്കാണ് നഷ്ടം? റീസൈക്കിൾ ചെയ്യുന്ന ആളുകൾക്കാണ് 50 രൂപ നഷ്ടമാണ് അല്ലേ? ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അവര് ഔട്ട് ഓഫ് ദ മാർക്കറ്റിലേക്ക് പോവാണ്. ഇൻഎഫക്റ്റീവ് EPR pricing can promote fraudulent recycling, market distortion and lead to hazardous dumping of fake recycling certificates. അപ്പൊ ഇങ്ങനെ ആവുന്ന സമയത്ത് ലാഭം കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ത് ചെയ്യും? ചിലപ്പം ഈ ഒരു ബാറ്ററീസ് കളക്ട് ചെയ്യും, റീസൈക്കിൾ ചെയ്യില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്യും, അല്ലെങ്കിൽ ഫ്രോഡുലന്റ് ആയിട്ടില്ല പ്രോപ്പർ ആയിട്ടുള്ള മെത്തേഡ് അല്ലാത്ത രീതിയിൽ ഞാൻ റീസൈക്ലിങ്ങിന് കൊടുക്കും. സോ ഇത് മറ്റു രീതിയിലാണെന്നുണ്ടെങ്കിലും ഒരു ഹസാർഡസ് വേസ്റ്റുകളാണ് പുറന്തള്ളപ്പെടുന്നത് അല്ലെ. പ്രോപ്പർ ആയിട്ട് ബാറ്ററി ഈ രീതിയിൽ കൊണ്ടുവരാൻ പ്രൊസീജിയേഴ്സ് കൊടുക്കുകയാണ്, പക്ഷേ ഈ പ്രൊസീജിയേഴ്സിന് ഒരു 100 രൂപ ചെലവുണ്ട്. ഈ 100 രൂപ അവർക്ക് ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവരെന്ത് ചെയ്യും? അവർ മറ്റേതെങ്കിലും ഫ്രോഡുലന്റ് ആയിട്ടുള്ള മെത്തേഡ്സിൽ റീസൈക്ലിംഗ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, അപ്പൊ അത് കൂടുതൽ ഹസാർഡ്സ് ക്രിയേറ്റ് ചെയ്യും മാർക്കറ്റിലേക്ക്. Then economic and environmental stakes. Lithium batteries contains valuable minerals, especially നമ്മൾ കൊബാൾട്ട്, ലിഥിയം, നിക്കൽ, ഇതൊക്കെയാണ് ലിഥിയം ബാറ്ററിയിൽ കാണപ്പെടുന്ന എലമെന്റുകൾ, മിനറൽസ് എന്ന് പറയുന്നത്. ഇത് വ്യക്തമായിട്ട് റിഫൈൻ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന അൺയൂസബിൾ ആയിട്ടുള്ള ബാറ്ററിയിൽ നിന്ന് ഇത് വേർതിരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ എഫിഷ്യന്റ് റീസൈക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻ റെഡ്യൂസ് ഇമ്പോർട്ട് ഡിപ്പെൻഡൻസി, അതായത് മറ്റ് രാജ്യങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കുറക്കാൻ പറ്റും. അതായത് കൊബാൾട്ട് ഇമ്പോർട്ടിന് വേണ്ടിയിട്ടാണെങ്കിലും, ലിഥിയം ഇമ്പോർട്ടിന് വേണ്ടിയിട്ടാണെങ്കിലും, നിക്കൽ ഇമ്പോർട്ടിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി അൺയൂസബിൾ ആയിട്ടുള്ള ബാറ്ററീസ് പ്രോപ്പറായിട്ട് റീസൈക്ലിംഗ് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് റീസൈക്കിൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇൻഅഡിക്വേറ്റ് ബാറ്ററി വേസ്റ്റ് റീസൈക്ലിംഗ് കുഡ് കോസ്റ്റ് ഇന്ത്യ ഓവർ $1 billion in foreign exchange losses by 2030. അപ്പോൾ ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി വേസ്റ്റ് റീസൈക്ലിംഗ് മെത്തേഡ് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2030 കൂടി ഇന്ത്യക്ക് ലോസ് എത്ര വരും? ഏകദേശം $1 billion വരെ ഫോറിൻ എക്സ്ചേഞ്ചിൽ ഇന്ത്യക്ക് ലോസ് വരാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ള ബാറ്ററി വേസ്റ്റ് റീസൈക്ലിംഗ് ഇന്ത്യ അനുവദിക്കാൻ പാടില്ല. വിത്തൗട്ട് പ്രോപ്പർ കംപ്ലൈൻസ് ആൻഡ് ഫ്ലോർ പ്രൈസ് ഫോർ റീസൈക്ലിംഗ്, fake fraudulent recyclers may thrive, undermining environmental goals and circular economy. That means പ്രോപ്പർ ആയിട്ടുള്ള കംപ്ലൈൻസ്, അതായത് നമ്മൾ EPR പറയുകയാണ്, ഒരു പ്രൊഡ്യൂസർ നിങ്ങൾ ഒരു ഏജന്റിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ബാറ്ററി റീസൈക്ലിംഗിന് ആവശ്യമായുള്ള ഫണ്ട് നിങ്ങൾ അനുവദിച്ച് നൽകണം.
അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ, അതാണ് പറഞ്ഞത്, ഒരു പ്രോപ്പർ ആയിട്ടുള്ള കംപ്ലയൻസ് ആവശ്യമാണ്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഫേക്ക് അല്ലെങ്കിൽ ഫ്രോഡലന്റ് ആയിട്ടുള്ള റീസൈക്ലേഴ്സ് ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കും. അതെങ്ങനെ ബാധിക്കും? അത് എൻവയറമെന്റിനെയും ബാധിക്കും, അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിയും നല്ല രീതിയിൽ ബാധിക്കുന്നതാണ്. പ്രോപ്പർ മെത്തേഡിൽ അവർ റീസൈക്കിൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം ഇഷ്യൂസുകൾ എക്കണോമിക്ക് ഉണ്ടായിരിക്കും, എൻവയറമെന്റിനും ഉണ്ടായിരിക്കും. ഓക്കെ. So major electronic and battery manufacturers often resist compliance, exploiting policy difference between countries. അപ്പോൾ ഇതിനകത്തുള്ള മെയിൻ ചലഞ്ചസ് എന്ന് പറയുന്നത്, ഈ മേജർ ഇലക്ട്രോണിക്സ് ആൻഡ് ബാറ്ററി മാനുഫാക്ചേഴ്സ് എപ്പോഴും ഈ കംപ്ലൈൻസ്, അതായത് ഗവൺമെന്റ് ഒരു പ്രൊസീജിയേഴ്സ് പറയാണ്, നിങ്ങൾ ഈ രീതിയിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. അപ്പം ആ പ്രൊസീജിയേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്ത് ചെയ്യും? അല്ല, കാരണം മറ്റ് രാജ്യങ്ങളിൽ മറ്റ് പല പല പോളിസികളാണ്. ഈ ബാറ്ററി പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ബാറ്ററി റീസൈക്ലിംഗ് ആയിക്കോട്ടെ, ഡിഫറെന്റ് പോളിസികളാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഈ മാനുഫാക്ചേഴ്സോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കമ്പനികൾ എന്ത് പറയും? ആ രാജ്യത്ത് ഈ രീതിയിലാണ് പോളിസികൾ ഉള്ളത്. അപ്പോൾ പോളിസി ഡിഫറൻസ് ഉള്ളത് ഒരു വളരെ വലിയൊരു ലൂപ്പ് ഹോൾ ആയിട്ട് അവർ കാണുന്നു. അതുപോലെ തന്നെ ലാർജ് പ്രൊഡ്യൂസേഴ്സ് മേ സർക്കംവെന്റ് EPR ഒബ്ലിഗേഷൻസ് ത്രൂ ഇന്റർനാഷണൽ ലൂപ്പ് ഹോൾസ്, വീക്കനിങ് ഇന്ത്യസ് വേസ്റ്റ് മാനേജ്മെന്റ് എഫേർട്സ്. അതായത് വളരെ വലിയ പ്രൊഡ്യൂസേഴ്സ്, ഒരു വലിയ ആമറോൺ പോലത്തെ ബാറ്ററി, ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ആമറോൺ പോലത്തെ വലിയ വലിയ ബാറ്ററി കമ്പനികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അവർ EPR ഒബ്ലിഗേഷൻസ് അവർ സർക്കംവെന്റ് ചെയ്യും. ദാറ്റ് മീൻസ് അത് അവർ മുന്നോട്ടേക്ക് ശ്രദ്ധിക്കില്ല. സർക്കംവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മറികടന്ന് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പൊ EPR ഒബ്ലിഗേഷൻസ് അവർ സ്വീകരിക്കില്ല. അങ്ങനെയാവുന്ന സമയത്ത് എന്ത് സംഭവിക്കും? EPR ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കില്ല, വേസ്റ്റ് മാനേജ്മെന്റ് നടക്കില്ല, റീസൈക്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള എഫേർട്ട് ഒന്നും ആ ഒരു കമ്പനി നൽകില്ല. ട്രാൻസ്പെറൻസി. Integrating informal recyclers, digital tracking audits is vital for better implementation. അതായത് പ്രോപ്പർ ആയിട്ട് ഈ ഇൻഫോർമൽ ആയിട്ടുള്ള റീസൈക്ലേഴ്സ്, ഫ്രോഡുലന്റ് ആയിട്ട് റീസൈക്ലിംഗ് ചെയ്യുന്ന ആളുകളെ കണ്ടെത്താനും അവരെ ഇന്റഗ്രേറ്റ് ചെയ്യാനും അവരെ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് കൊണ്ടുവരികയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള റീസൈക്ലിംഗ് മാനേജ്മെന്റ് സിസ്റ്റം എസ്പെഷ്യലി ഫോർ ബാറ്ററി വേസ്റ്റിന് നമുക്ക് ഇന്ത്യയിൽ കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ എസ്പെഷ്യലി പറഞ്ഞിരിക്കുന്ന കുറച്ച് പോളിസി റെക്കമെൻഡേഷൻ. ഓക്കെ. പോളിസി റെക്കമെൻഡേഷൻ, ഫെയർ ഗ്ലോബലി ബെഞ്ച് മാർക്ക് ഫോർ EPR പ്രൈസിംഗ്. ഓൾറെഡി പറഞ്ഞല്ലേ, EPR ഒബ്ലിഗേഷൻസ് പല രാജ്യങ്ങളുടെയും എക്സാമ്പിൾസ് വെച്ചിട്ട് വലിയ വലിയ ബാറ്ററി മാനുഫാക്ചേഴ്സ് അത് സർക്കംവെന്റ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം ഗ്ലോബലി ഒരു ബെഞ്ച് മാർക്ക് നൽകുക, ഗ്ലോബലി ഒരു പ്രൈസ്, ഇത്ര പ്രൈസ് EPRന് വേണ്ടിയിട്ട് എക്സ്റ്റൻഡ് എന്താണ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ഇത്ര ആയിരിക്കണം എന്നൊരു ഗ്ലോബലി ബെഞ്ച് മാർക്ക് വെക്കുക. അതുപോലെ ഇന്റർനാഷണൽ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ UK പ്രൊഡ്യൂസേഴ്സ് പേ അപ് ടു 600 per kg. അതായത് 1 കിലോഗ്രാം എന്താണ് ബാറ്ററി വേസ്റ്റ് റീസൈക്കിൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് UK നൽകുന്ന എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 600 rupees ആണ്. ബട്ട് ഇന്ത്യയിൽ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്ന എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ വളരെ കുറവാണ്. ഓക്കെ. then ഇന്റഗ്രേറ്റിംഗ് ഇൻഫോർമൽ സെക്ടർ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്രോഡലന്റ് ആയിട്ട് ഒരുപാട് റീസൈക്ലേഴ്സ് ഉണ്ട് അല്ലെ. ഈ റീസൈക്ലേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇൻഫോർമൽ ആയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ബാറ്ററി ഒക്കെ റീസൈക്കിൾ ചെയ്യുന്നത്. സോ ഇൻഫോർമൽ സെക്ടേഴ്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം, ഡാറ്റ കളക്ട് ചെയ്യുക, അവരെ ട്രാക്ക് ചെയ്യാം, പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ഇൻഫോർമൽ ആയിട്ട് ചെയ്യുന്ന ആളുകൾക്ക് സ്റ്റാൻഡേർഡ്സ് കൊണ്ടുവരിക. ഇൻഫോർമൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പർ പ്രൊസീജിയേഴ്സിലായിരിക്കില്ല അവർ റീസൈക്കിൾ ചെയ്യുന്നത്. Then finally, stakeholder consultation, ongoing dialogue between industry, government and recyclers for viable, sustainable solution. That means ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാ ആളുകളുമായിട്ടുള്ള പ്രോപ്പർ കൺസൾട്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വയബിൾ സൊല്യൂഷൻ നമുക്ക് ഈ ഒരു കാര്യത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ഓക്കെ. സോ ഇത്രയുമാണ് ഈ ആർട്ടിക്കിൾസ് നോക്കാനുള്ളത്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. After a brief pause, physical bank branches are back. GS Paper 3 Indian Economy and GS Paper 1 Governance ബന്ധപ്പെട്ടിരിക്കുന്ന ആർട്ടിക്കിളാണ്. അപ്പൊ ഈ ആർട്ടിക്കിൾസിൽ പറഞ്ഞുള്ള റീസെന്റ് ആയിട്ട് 2022 ആയ കാലം വരെ ബാങ്കിന്റെ ബ്രാഞ്ചുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. 2022 ശേഷം ഡിജിറ്റൽ പേയ്മെന്റുകളോ കാര്യങ്ങളോ മുന്നോട്ട് വന്നെങ്കിൽ പോലും ബാങ്കിന്റെ ഫിസിക്കൽ ബ്രാഞ്ചുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി പ്രൈവറ്റ് ബാങ്കുകളുടെ ബ്രാഞ്ചസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. നമുക്ക് ഡിജിറ്റൽ പേയ്മെന്റുകളൊക്കെ കൂടുന്ന സാഹചര്യത്തിൽ ഫിസിക്കൽ ബ്രാഞ്ചസിന്റെ ആവശ്യം വരുന്നുണ്ടോ? ഇല്ല. ബട്ട് ഈ കണക്കുകൾ പറയുന്നത് 2022 വരെ എന്താണ് കുറവായിരുന്നു. പക്ഷെ 2022 ശേഷം ഈ ഫിസിക്കൽ ബാങ്ക് ബ്രാഞ്ചസിന്റെ എണ്ണം വളരെയധികം കൂടിക്കൊണ്ടിരുന്നത്. എസ്പെഷ്യലി എവിടെയാണ്? പ്രൈവറ്റ് ബാങ്ക്സിന്റെ, നോട്ട് പബ്ലിക് സെക്ടർ ബാങ്ക്, പ്രൈവറ്റ് ബാങ്ക്സിന്റെ. The recent rise in physical bank branches has been primarily led by private banks, notably HDFC and ICICI Bank, with large net addition between 2022 and 2024. Public sector banks also contributed through to a lesser extent. ഇപ്പോൾ പബ്ലിക് സെക്ടർ ബാങ്കിന്റെ ബ്രാഞ്ചുകളുടെ എണ്ണം കൂടുന്നത് വളരെ കുറവാണ്. അപ്പോൾ ബ്രാഞ്ച് എക്സ്പാൻഷന്റെ ട്രെൻഡ് 2008 മുതൽ 2021 വരെ എങ്ങനെയാണ് ബ്രാഞ്ചുകൾ എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ട്രെൻഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ദ നമ്പർ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ബ്രാഞ്ചസ് ഇൻ ഇന്ത്യ doubled from 25,000 to 50,000 per 1 lakh kilometers. Sorry, 10 lakh kilometers, 10 lakh square kilometers. അതായത് 10 lakh square kilometers ഒരു ഏരിയ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഏകദേശം 25,000 മുതൽ 50,000 വരെ ബാങ്കിന്റെ ബ്രാഞ്ചസുകൾ നമുക്ക് കാണാൻ സാധിക്കും.
ഓക്കെ, ഇങ്ങനെ ബാങ്കിന്റെ ബ്രാഞ്ചസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ബാങ്കിങ് ആക്സസിബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. അതിന്റെ ഡിജിറ്റൈസേഷൻ ടെമ്പററി ഇമ്പാക്ട്. അപ്പം ഡിജിറ്റൈസേഷൻ ഒരു ടെമ്പററി ഇമ്പാക്ട് മാത്രമാണ് ബാങ്കിന്റെ ഫിസിക്കൽ ബ്രാഞ്ച് തുടങ്ങുന്നതിന് ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ നോർമലി നമ്മൾ ഡിജിറ്റൽ പേയ്മെന്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ UPI പേയ്മെന്റ് അല്ലെങ്കിൽ KYC സ്മാർട്ട് ഫോൺസുകളുള്ള സമയത്ത് കൂടുതലും ഡിജിറ്റൽ ബാങ്കിങ് സിസ്റ്റം ആണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഓഫ് കോഴ്സ് നമുക്ക് ട്രാൻസാക്ഷൻസിനോ അല്ലെങ്കിൽ ഫണ്ട് ട്രാൻസാക്ഷനോ കാര്യങ്ങൾക്കൊന്നും നമുക്ക് ബാങ്കിന്റെ ആവശ്യം വരാറില്ല, അല്ലെ, ഫിസിക്കൽ ബ്രാഞ്ചിന്റെ ആവശ്യം വരാറില്ല. അപ്പോൾ ഒബിയസ്ലി ലെറ്റ് ടു സ്ലോ ഡൗൺ ഇൻ ദ ബ്രാഞ്ച് ഓപ്പണിംഗ്സ് ആൻഡ് ഈവൻ ക്ലോഷർ അപ് ടു 2022. ബട്ട് ആ സമയത്ത് ഫിസിക്കൽ ബാങ്കിന്റെ ആവശ്യമില്ലാത്ത സമയത്ത് 2022 കാലഘട്ടം വരെ, അതായത് കൊറോണ സമയം കഴിഞ്ഞതിന് ശേഷം വരുന്ന കാലഘട്ടം ബാങ്കിന്റെ ഫിസിക്കൽ ബ്രാഞ്ചസിന്റെ എണ്ണം കുറവായിരുന്നു. ബട്ട് പോസ്റ്റ് 2022 റീ ഓപ്പണിംഗ് ആൻഡ് ന്യൂ ഓപ്പണിംഗ് ഓഫ് സർച്ച്, അതായത് 2022 ശേഷം ബാങ്കിന്റെ ഫിസിക്കൽ ബ്രാഞ്ചസുകൾ കൂടുന്നതിന്റെ എണ്ണം വളരെ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, നെറ്റ് അഡീഷൻ പോസ്റ്റ് പാൻഡമിക് ഫ്രം 2022 onwards banks began reopening or adding approximately 12,000 branches over 2 years. 2022 ശേഷം ഏകദേശം 12,000 ബ്രാഞ്ചസുകളാണ് 2 വർഷത്തിനിടയിൽ ഏകദേശം ഒരു ബാങ്കിന്റെ ബ്രാഞ്ചസുകൾ വലുതായിക്കൊണ്ടിരിക്കുന്നത്. റിവേഴ്സിംഗ് ദ ബ്രീഫ് പോസ്റ്റ് ഡ്യൂ ടു ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ COVID-19. അതായത് COVID-19 സമയത്ത് നമ്മുടെ ബാങ്കിന്റെ ബ്രാഞ്ചുകളുടെ എണ്ണം കുറവായിരുന്നു എന്ന് പറഞ്ഞു. ബട്ട് 2022 ശേഷം ബാങ്കിന്റെ ബ്രാഞ്ചുകളുടെ എണ്ണം വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ബ്രാഞ്ചുകൾ പല ബാങ്കുകളും തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, role of public versus private banks. Public sector bank undertook major branch closures, especially in pandemic year. 2021 സമയത്ത് PSB പബ്ലിക് സെക്ടർ ബാങ്കുകളൊക്കെ നല്ല രീതിയിൽ ക്ലോസിംഗ് സ്റ്റേജിൽ ഉണ്ടായിരുന്നു. Then started opening new branches again. അപ്പോൾ 2021 കോവിഡ് സമയത്ത് ഒരുപാട് ബാങ്കിന്റെ ബ്രാഞ്ചുകൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നു, പബ്ലിക് സെക്ടർ ബാങ്കിന്റെ. ഫോർ എക്സാമ്പിൾ നമ്മുടെ സൗത്ത് ഇന്ത്യൻ SBI ഒരു പബ്ലിക് സെക്ടർ ബാങ്കാണ്. സോ അതിനൊക്കെ ഒരു ബ്രാഞ്ചുകളുടെ എണ്ണം കൊറോണ സമയത്തൊക്കെ വളരെ കുറവായിരുന്നു. വീണ്ടും 2022 ശേഷം വീണ്ടും ബ്രാഞ്ചസുകൾ ഓപ്പൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രൈവറ്റ് ബാങ്ക്സ് ക്യുമുലേറ്റീവ്ലി ആഡഡ് 15,537 ബ്രാഞ്ചസ്. 2019-24 കാലഘട്ടം മാത്രം എടുക്കുന്ന സമയത്ത് പ്രൈവറ്റ് ബാങ്കുകളുടെ എണ്ണം 15,000 കൂടിക്കൊണ്ടിരിക്കുകയാണ്. വൈൽ PSB ആഡഡ് 8,000, അപ്രോക്സിമേറ്റ്ലി 8,000 or 9,000. ഇപ്പൊ പബ്ലിക് സെക്ടർ ബാങ്ക് ആ സമയത്ത് ഒരു ചുരുങ്ങി 2019-24 കാലഘട്ടത്തിൽ എത്ര എണ്ണമാണ് കൂടിയിട്ടുള്ളത്? ഏകദേശം ഒരു 9,000 ബ്രാഞ്ചുകൾ മാത്രമേ കൂടിയിട്ടുള്ളൂ. ഓക്കെ, കൺസോൾട്ടേഷൻ അമാൽഗമേഷൻ എഫേർട്സ്. Ongoing consolidation and merger activities amongst PSP reduce branch numbers but aim to improve efficiency. അപ്പോൾ റീസെന്റ് ആയിട്ട് പല ബാങ്കുകൾ മെർജ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അല്ലെ? പല ബാങ്കുകൾ മെർജായി പോയിക്കൊണ്ടിരിക്കുകയാണ്. Despite this, PSBs continues to service larger population through banking correspondence. അപ്പം ഇത്തരം PSB പല ബാങ്കുകൾ മെർജ് ചെയ്തിട്ട് ഒരു സിംഗിൾ ബാങ്കായിട്ട് മാറുന്നുണ്ടെങ്കിൽ പോലും പല PSBകളും എന്തായിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബാങ്കിങ് കറസ്പോണ്ടന്റുകളായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്താണ് ബാങ്കിങ് കറസ്പോണ്ടൻസ്? ബാങ്ക് ആയിരിക്കില്ല, പക്ഷെ ബാങ്ക് പോലെ ആക്ട് ചെയ്യുന്ന സ്ഥലം. റൂറൽ ഏരിയയിൽ, ഫോർ എക്സാമ്പിൾ അർബൻ ഏരിയയിൽ ഒരു ബാങ്ക് ഉണ്ടെന്ന് കരുതുക. ഒരു SBI ഉണ്ടെങ്കിൽ റൂറൽ ഏരിയയ്ക്ക് ഒരു ബാങ്കിങ് കറസ്പോണ്ടന്റ് ആയിരിക്കും ഉണ്ടായിരിക്കും. ബാങ്കിന്റെ ബ്രാഞ്ച്, ഒരു പ്രോപ്പർ ബ്രാഞ്ച് അവിടെ ഉണ്ടായിരിക്കില്ല. ഇതാണ് ബാങ്കിങ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. പക്ഷേ SBIയിൽ കിട്ടുന്ന എല്ലാ സർവീസും നമുക്ക് ആ ഒരു ബാങ്കിങ് കറസ്പോണ്ടൻസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ബാങ്കിങ് കറസ്പോണ്ടൻസ് നെറ്റ്വർക്ക് ഇന്ത്യയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2019-24 കാലഘട്ടത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 33,000 ബാങ്കിങ് കറസ്പോണ്ടൻസിന്റെ എണ്ണമാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബാങ്ക് അല്ല, ബട്ട് ബാങ്കിന്റെ അതേ ആക്ടിവിറ്റീസുകൾ ചെയ്തു തരുന്ന ആളുകളാണ് ബാങ്കിങ് കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണ്? ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, എസ്പെഷ്യലി റിമോട്ട് ആൻഡ് റൂറൽ ഏരിയ എടുക്കുകയാണ്, അവിടെ ഒരു ബാങ്ക് ബ്രാഞ്ചിന്റെ ആവശ്യം വരില്ല. ബട്ട് ആ ബാങ്കിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും എല്ലാ കാര്യങ്ങളും ലഭിക്കുന്ന ഒരു ബാങ്കിങ് കറസ്പോണ്ടന്റ് ആവശ്യമായിട്ട് മതി. ഓക്കെ, സോ അങ്ങനെ കൊണ്ടുവരുന്നതാണെങ്കിൽ നമുക്ക് ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഫിജിറ്റൽ ബാങ്കിങ് അപ്രോച്ച്. എന്താണ് ഫിജിറ്റൽ ബാങ്കിങ് അപ്രോച്ച്? ഫിജിറ്റൽ ബാങ്കിങ് അപ്രോച്ച് മീൻസ് മിക്സ് ഓഫ് ഡിജിറ്റൽ ടൂൾസ് ആൻഡ് ഫിസിക്കൽ പ്രസൻസ്. ഡിജിറ്റലും ഫിസിക്കൽ പ്രസന്റിന്റെ മിക്സിംഗ് ആണ് ഫിജിറ്റൽ ബാങ്കിങ് അപ്രോച്ച് എന്ന് പറയുന്നത്. Digital strategy to serve rural and urban population. This includes leveraging UPI, account opening through eKYC and widespread use of banking correspondence. അപ്പോൾ ഡിജിറ്റലിയും ബാങ്കിങ് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാം, അതുപോലെ തന്നെ ഫിസിക്കൽ പ്രസൻസിലൂടെയും ചെയ്യാം. ബാങ്കിങ് കറസ്പോണ്ടൻസോ അല്ലെങ്കിൽ ബാങ്കിന്റെ ബ്രാഞ്ചസ് വഴിയോ ഒക്കെ. കണ്ടിന്യൂഡ് റെലവൻസ് ഓഫ് ഫിസിക്കൽ ബ്രാഞ്ചസ്. അപ്പൊ ഇപ്പം നിലവിൽ ഡിജിറ്റൽ പേയ്മെന്റ്സുകളാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എന്താണ് ഫിസിക്കൽ ബ്രാഞ്ചസിന്റെ റെലവൻസ്? Even with the digital growth, physical accessibility to bank branches remains essential for monitoring loans, providing personalized service, ensuring credit flow, especially for marginalized and rural clients. അപ്പോൾ ഇവൻ ദോ ഡിജിറ്റൽ പേയ്മെന്റ്സുകളാണ് നടക്കുന്നതെങ്കിൽ പോലും, ഡിജിറ്റൽ ഗ്രോത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും ഫിസിക്കൽ ആക്സസിബിലിറ്റി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. എവിടെ?
ബാങ്ക് ബ്രാഞ്ചസുകളിൽ നമുക്ക് എസെൻഷ്യൽ ആയിട്ട് ഒരു ലോൺ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലോൺ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ലോൺ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, പേഴ്സണലൈസ്ഡ് സർവീസുകൾ നൽകുന്നതിന് വേണ്ടിയിട്ട്, ക്രെഡിറ്റ് ഫ്ലോ അറിയുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഫിസിക്കൽ ബ്രാഞ്ചിന്റെ ആവശ്യകത ഉണ്ട്. ഓക്കെ, സപ്പോർട്ട് ഫ്രം ഗവൺമെന്റ് സ്കീംസ്. പ്രിലിംസ് നോട്ടിൽ നിങ്ങൾ ഈ രണ്ട് സ്കീമിനെ പറ്റി ചെയ്ത ജൻധൻ യോജന, അതുപോലെ തന്നെ പ്രധാനമന്ത്രി മുദ്ര യോജന. Initiatives such as Jan Dhan Yojana and Pradhan Mantri Mudra Yojana has spurred financial inclusion and the need for both physical and digital banking access. അപ്പോൾ ഈ രണ്ട് ബാങ്കിങ് സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ പോലും ഏകദേശം ഒരുപാട് പേർക്ക് ബാങ്കിങ് അക്കൗണ്ടുകൾ തുടങ്ങാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നു. ജൻധൻ യോജന അക്കൗണ്ടുകളൊക്കെ നിങ്ങളോട് കേട്ട് കാണും. അതുതന്നെ പ്രധാനമന്ത്രി മുദ്ര യോജന. സോ ഇതൊക്കെ കൂടുതൽ ബാങ്കിങ് ഇൻക്ലൂഷൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻസ് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇനി അർബൻ വേഴ്സസ് റൂറൽ ട്രെൻഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രാഞ്ച് ഡെൻസിറ്റി ഇൻ അർബൻ ഏരിയാസ് സ്റ്റെബിലൈസിങ്. അർബൻ ഏരിയയിലുള്ള ബ്രാഞ്ചുകളുടെ എണ്ണം ഒരു സ്റ്റെബിലൈസർ ആണ്, കൂടിക്കൊണ്ടിരിക്കുന്നില്ല. ബട്ട് while total branch network growth is boosted by rural outreach supporting inclusive growth, but urban ഏരിയയിലുള്ള ബാങ്കുകളുടെ എണ്ണം കൂടുന്നില്ല, ബട്ട് റൂറൽ ഏരിയയിലേക്കുള്ള ബാങ്കുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കും? എന്താണ് ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്? ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻസ് നമുക്ക് അവിടെ സാധ്യമാവും. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ആർട്ടിക്കിൾസ് നമുക്ക് നോക്കാനുള്ളത്. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ, ദ ക്രൈസിസ് ഓഫ് ട്രസ്റ്റ്. GSF 2 Polity and Governance, Election Commission's powers, autonomy and functioning of electoral reforms, mechanism for free and fair elections and redressal systems. അപ്പോൾ റീസെന്റ് ആയിട്ടുള്ള നമ്മുടെ ഇലക്ട്രൽ സിസ്റ്റത്തിന്റെ ആയിരിക്കുന്ന ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഓപ്പോസിഷൻ പാർട്ടി ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇലക്ട്രൽ സിസ്റ്റത്തിനകത്തുള്ള റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ക്രെഡിബിലിറ്റി ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം. ദ ലെജിറ്റിമസി ഓഫ് ഡെമോക്രാറ്റിക് ഇലക്ഷൻ റെസ്റ്റ് ഓൺ ദ ബ്രോഡ് പബ്ലിക് അക്സെപ്റ്റൻസ് ഓഫ് ദ പ്രോസസ് ആസ് പെർ. അപ്പൊ എന്താണ് ലെജിറ്റിമേറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ ലെജിറ്റിമേറ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്രോഡ് ആയിട്ടുള്ള പബ്ലിക് അത് അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അവർ ചെയ്യുന്ന റെഡിയാണ് അല്ലെങ്കിൽ ശരിയാണെന്ന് പറയുന്ന സമയത്താണ് നമ്മളൊരു പ്രോഗ്രാം അത് ലെജിറ്റിമേറ്റ് ആണെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ അതൊരു പ്രോസസ് ഒരു ഫെയർ പ്രോസസ് ആണെന്ന് പറയാൻ പറ്റൂ. ഓക്കെ, എസ്പെഷ്യലി ബൈ ദോസ് ഹു ലോസ് ഇഫ് നോട്ട് എ ക്രൈസിസ് ഓഫ് ട്രസ്റ്റ് ഡെവലപ്സ് ഇൻ ദി സിസ്റ്റം. എസ്പെഷ്യലി ആരാണ് പറയേണ്ടത്? തോറ്റ ഒരാൾ. ഇപ്പോൾ ഒരു ഇലക്ഷന് പങ്കെടുക്കുന്നു, ഒരാൾ ജയിക്കുന്ന, ഒരാൾ തോൽക്കുന്നു. ആ തോറ്റ ആളാണെങ്കിൽ പറയുന്നു, ഓക്കെ ഇലക്ഷനൊക്കെ പ്രോപ്പർ ആയിരുന്നു, എനിക്ക് വിജയിക്കാൻ പറ്റിയില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് ഇലക്ഷൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ബട്ട് ഇവിടെ ഓപ്പോസിഷൻ പാർട്ടി എന്താണ് പറയുന്നത്? ഇലക്ട്രൽ സിസ്റ്റത്തിനകത്ത് ഒരുപാട് കള്ളത്തരങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റീസെന്റ് ആയിട്ട് അലിഗേഷൻസ് ഓപ്പോസിഷൻ ലീഡർ നോട്ടബിളി രാഹുൽ ഗാന്ധി, തേജസ്വിനി യാദവ് ഒക്കെ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ അക്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഓഫ് ബയാസ് ആൻഡ് സൈറ്റഡ് ഡിസ്ക്രിപ്പൻസി ഇൻ 2024 ജനറൽ ഇലക്ഷൻ ഇലക്ട്രൽ റോൾസ്. 2024 ജനറൽ ഇലക്ഷൻ്റെ അകത്ത് ഒരുപാട് ഡിസ്ക്രിപ്പൻസീസ്, ദാറ്റ് മീൻസ് മിസ്റ്റേക്കുകളൊക്കെ കാണാറുണ്ട്. ഓക്കെ, ഇലക്ട്രൽ റോൾസ് തയ്യാറാക്കുന്ന സമയത്താണെങ്കിലും ഇലക്ഷൻ സമയത്താണ് ഒരുപാട് മിസ്റ്റേക്സുകൾ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ECS impartially under questions. Historically, the recent allegations questions ECS neutrality with reference to the past criticism by the political figures. Okay, ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻസ് ആണ്. അപ്പോൾ പൊളിറ്റിക്കൽ ഫിഗേഴ്സിനെ വെച്ചിട്ടൊക്കെ ഓൾറെഡി ഹിസ്റ്റോറിക്കൽ അലിഗേഷൻസ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കെതിരെ പലപ്പോഴും പല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ന്യൂട്രൽ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള ഇഷ്യൂസ് എന്തൊക്കെയാണ് ഓപ്പോസിഷൻ പാർട്ടി റൈസ് ചെയ്തിരിക്കാൻ സ്പെസിഫിക് ഇഷ്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോട്ടേഴ്സ് റോൾ ഡിസ്ക്രിപ്പൻസി. അപ്പോൾ ഫസ്റ്റ് അലിഗേഷൻ വന്നിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലിഗേഷൻസ് റിഗാർഡിംഗ് നെയിംസ് മിസ്സിംഗ് ഓർ മിസ്മാച്ച്ഡ് വിത്ത് വോട്ടർ ഐഡന്റിറ്റി ഡാറ്റ. അപ്പോൾ വോട്ടർ ഐഡന്റിറ്റി ഡാറ്റേൻ്റെ അകത്ത് ഒരുപാട് ആളുകളുടെ പേര് മിസ്സിംഗ് ആണ് അല്ലെങ്കിൽ മിസ്മാച്ച്ഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. Then VVPAT discrepancy. VVPAT means voter verifiable paper audit trail. But ECI has not been transparent on issues concerning the voter verifiable paper audit trail. അപ്പോൾ VVPAT എന്ന് പറയുന്നത് നമുക്ക് നോർമൽ ഒരു ഡിജിറ്റൽ ഇലക്ട്രോണിക് സിസ്റ്റം ആയിരിക്കും വോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഒരു സ്വിച്ച് നിൽക്കുന്ന സമയത്ത് വോട്ടിംഗ് കളക്ട് ആവും. സോ അറ്റ് സെയിം ടൈമിൽ നമ്മുടെ മുന്നിൽ ബോക്സ് ഉണ്ടായിരിക്കും. ഈ ബോക്സിൽ നമ്മൾ വോട്ട് ചെയ്തിരിക്കുന്ന ആളുടെ ഒരു സ്ലിപ്പ് ജനറേറ്റ് ആയിട്ട് ആ ഒരു ബോക്സിലേക്ക് വന്ന് വീഴുന്നതായിരിക്കും. ഈ ബോക്സിനാണ് നമ്മൾ പറയുന്നത് VVPAT. ഓക്കെ, ദാറ്റ് മീൻസ് ഈ ഇലക്ട്രോണിക്സിൽ എന്തെങ്കിലും സാങ്കേതിക തകരാറ് വന്നാൽ പോലും ഫിസിക്കലി നമുക്ക് ഇത് അഡ്രസ് ചെയ്ത് സാധിക്കും. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്ന വോട്ടും ഇതിൽ കണ്ടിരിക്കുന്ന വോട്ടും സെയിം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇലക്ഷൻ അല്ലെങ്കിൽ ലെജിറ്റിമേറ്റ് ആണെന്ന് പറയാൻ സാധിക്കും. അപ്പം VVPATന്റെ ട്രാൻസ്പെറൻസി വളരെ കുറവാണ്. അപ്പോൾ പലപ്പോഴും വോട്ടെടുന്ന സമയത്ത് ഈ പറഞ്ഞിട്ടുള്ള എന്താണ് ആ ഒരു ഉപകരണത്തിൽ നിന്നുള്ള വോട്ടിംഗ് മാത്രമാണ് ശേഖരിക്കാറുള്ളത്. ഒരിക്കലും VVPAT കംപ്ലീറ്റ്ലി കൗണ്ട് ചെയ്യാൻ നിൽക്കാറില്ല. അപ്പോൾ റാൻഡമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ റാൻഡമായിട്ട് ഒരു 10-20 VVPAT എടുത്തിട്ടായിരിക്കും ഒരു ബൂത്തിൽ നിന്ന് അത് കളക്ട് ചെയ്തത് എണ്ണാൻ തുടങ്ങുന്നത്. അപ്പോൾ അത് മാച്ച് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർ എന്താണ് വേറെ കൗണ്ടിങ് വേറെ അവർ ഇൻക്രീസ് ചെയ്യില്ല. അപ്പോൾ അത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാൻഡമായിട്ട് സ്പെസിഫിക്കലി ഹൗ റാൻഡം ടാലിങ് വിത്ത് EVM വോട്ട്സ് ടേക്സ് പ്ലേസ് ആൻഡ് കൺസ്ട്രെയിൻസ് ഓൺ പാർട്ടീസ് ടു മോണിറ്റർ ദ പ്രോസസ്. അപ്പോൾ റാൻഡമായിട്ട് കുറച്ച് VVPAT എടുക്കുക, അതിനകത്തുള്ള വോട്ടിംഗ് ചെയ്തിരിക്കുന്ന സ്ലിപ്പുകൾ എണ്ണുക,
അത് ഈ മെഷീനുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുക, ശരിയാണെന്ന് മനസ്സിലാക്കുക. സോ ഇങ്ങനെ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യുന്നത് കഴിഞ്ഞാൽ ബാക്കി ഏതെങ്കിലും ഒന്ന് തെറ്റ് പറ്റി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് കൊണ്ടുവന്നതെന്നാണ് ഓപ്പോസിഷൻ പാർട്ടി അലിഗേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. റിഡ്രസ് ആൻഡ് കംപ്ലൈന്റ് ഹാൻഡ്ലിംഗ്. പൊളിറ്റീഷ്യൻസ് ക്ലെയിം ദാറ്റ് the ECA is slow in addressing complaints and lacks transparency in role preparation. That means ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ പൊളിറ്റീഷ്യൻസ് ഒരു കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതിനകത്ത് അഡ്രസ് ചെയ്യുന്നത് വളരെ കുറവാണ്, അല്ലെങ്കിൽ ആ ഒരു കംപ്ലൈന്റുകൾ കുറെ കാലത്തേക്ക് അവിടെ തന്നെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ട്രാൻസ്പെറൻസി, ഇലക്ട്രൽ റോൾസിന്റെ പ്രിപ്പറേഷൻ, ആളുകളുടെ പേരൊക്കെ ഉള്ള ഇലക്ട്രൽ റോൾസിന്റെ പ്രിപ്പറേഷനിൽ ട്രാൻസ്പെറൻസി കുറവായിരിക്കും. ഷെഡ്യൂളിങ്, ഇലക്ട്രൽ ഷെഡ്യൂളിങ് കുറവായിരിക്കും. ദെൻ കോഡ് ഓഫ് കണ്ടക്ട് എൻഫോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. Okay, in the role of political parties. While raising concerns in healthy for democracy, it should be based on substantive evidence, not just rhetoric to mobilize supporters. അതായത് ഇത്തരത്തിലുള്ള ഒരു കൺസേൺസ് ഇലക്ഷൻ കമ്മീഷനെതിരെ നടക്കുന്ന സമയത്ത് സബ്സ്റ്റാൻറ്റീവ് ആയിട്ടുള്ള എവിഡൻസുകൾ ആവശ്യമാണ്. ചുമ്മാ ഒരു അലിഗേഷൻസ് ഉണ്ടായാൽ മാത്രം പോരാ, ഒരു എവിഡൻസ് ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രോസസ് ആൻഡ് പബ്ലിക് ട്രസ്റ്റ്. Efficiency, neutrality and transparency. The ECA actions and statements must reinforce trust in its process. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ബോഡിയാണ്, ആരാലും കൺട്രോൾ ചെയ്യാത്ത ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഒരു ബോഡിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അപ്പോൾ അവിടെ ആക്ഷൻസുകളായിക്കോട്ടെ സ്റ്റേറ്റ്മെന്റുകളായിക്കോട്ടെ അത് റീഇൻഫോഴ്സ് ചെയ്യണം, അവരിലുള്ള ട്രസ്റ്റ് റീഇൻഫോഴ്സ് ചെയ്യണം. കവറിംഗ് റോൾ പ്രിപ്പറേഷൻ, പോൾ ഷെഡ്യൂളിംഗ്, കോഡ് എൻഫോഴ്സ്മെന്റ് ആൻഡ് കംപ്ലൈന്റ് അഡ്രസ്. അപ്പോൾ എന്ത് കണ്ടീഷൻ ആണെങ്കിലും ഒരു പാർട്ടിക്കും ബയാസ് അല്ലാത്ത ലെവലിൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വർക്ക് ചെയ്യണം. എന്നാൽ മാത്രമാണ് അത് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നീഡ് ഫോർ മോർ ഓപ്പണൻസ്. The ECA is urged to make its operations, especially around VVPAT randomization, more accessible and understandable to strengthen confidence. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്പെഷ്യലി VVPATന്റെ ഒരു റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത് എണ്ണുന്നതോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ആലിഗേഷൻസ് വന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് അണ്ടർസ്റ്റാൻഡബിൾ ലെവലിൽ റെക്ടിഫൈ ചെയ്യാമെന്ന് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, കമ്പാരിസൺ ടു ജുഡീഷ്യൽ ആൻഡ് സ്പോർട്ടിംഗ് ഡിസ്പ്യൂട്ട്സ്. ജസ്റ്റ് ആസ് കോർട്സ് ആൻഡ് സ്പോർട്സ് മാച്ചസ് റിസ്ക് ക്രൈസിസ് ഇസ് ഫെയർനെസ് ഇസ് ഡൗട്ടഡ് ബൈ ദ ലോസർ. അതായത് ഇപ്പം ഒരു കോർട്ട് ഓർഡർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്പോർട്സിൽ ഒരു മാച്ചിൽ വിന്നിങ് ആയിക്കോട്ടെ, അപ്പോൾ അവിടെയൊക്കെ നടക്കുന്നത് എന്തായിരിക്കും? ലൂസർ ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യും? ലൂസർ ആയിട്ടുള്ള ആൾ എപ്പോഴും ഇതിനെ ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കും. പലപ്പോഴും നമ്മുടെ ഈ ഫെസ്റ്റിവൽസ് അല്ലെങ്കിൽ ഉത്സവങ്ങളിലൊക്കെ, ഉത്സവങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, കോളേജ് ഫെസ്റ്റിവൽക്കും കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രൈസ് കിട്ടിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ അവിടെ എന്ത് ചെയ്യും? അതിനെ ചലഞ്ച് ചെയ്യും. ഓക്കെ, സോ അതുപോലെ തന്നെയാണ് ഇപ്പം നിലവിൽ ഒരാൾ ലൂസ് ചെയ്ത ഒരാൾ ഇതിനെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യനെ ചലഞ്ച് ചെയ്തിരിക്കുന്നു. ഇനി കോൾ ടു റീഫോംസ്. സോ എന്താണ് റീഫോംസ് ആവശ്യമാണ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് പ്രോപ്പറായിട്ട് റീഫോംസ് ആവശ്യമാണ്. ഇങ്ങനത്തെ അലിഗേഷൻസിന് വരാതിരിക്കുകയാണ്. പീസ് കൺക്ലൂഡ്സ് വിത്ത് എ കോൾ ഫോർ ഗ്രേറ്റർ ട്രാൻസ്പെറൻസി, ഓപ്പൺനെസ്, impartiality by the ECA to restore and maintain democratic legitimacy. അപ്പോൾ ഡെമോക്രാറ്റിക് ലെജിറ്റിമസി മെയിൻറ്റെയിൻ ചെയ്യണം. ഓക്കെ, സോ ECA ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ആണെന്ന് ആളുകൾക്ക് തോന്നണം, ഒരു ഫെയർനെസ് തോന്നണം, ട്രാൻസ്പെറൻസി ഉണ്ടായിരിക്കണം, അതിൽ കൂടുതൽ വിശ്വാസം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇത്രയുമാണ് ഈ ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിങ് ഓൺ ടു ലാസ്റ്റ് ആൻഡ് ഫൈനൽ ആർട്ടിക്കിൾ. IS അൺഎൻഡിങ് ഫൈറ്റർ കോൺട്രം. ദാറ്റ് മീൻസ് ഈ ആർട്ടിക്കിൾ പറയുന്നത് GS പേപ്പർ 3 ഡിഫൻസ് സെക്യൂരിറ്റി ആൻഡ് ടെക്നോളജി, റീസെന്റ് ആയിട്ടുള്ള MiG-21 എയർക്രാഫ്റ്റ് റിട്ടയർമെന്റുമായി ബന്ധപ്പെട്ടുള്ള ആർട്ടിക്കിളാണ്. ആഫ്റ്റർ സർവിംഗ് ഫോർ ഓവർ 6 decades, 60 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ MiG-21 എന്ന് പറഞ്ഞിരിക്കുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് വിരമിക്കാൻ പോവുകയാണ്. ഓക്കെ, ഫൈനലി സെറ്റ് റിട്ടയർഡ് ഫ്രം ദ ഇന്ത്യൻ എയർഫോഴ്സ് ബൈ the end of this year, marking the end of an era for Indian frontline fighter aircraft. അപ്പോൾ ഇന്ത്യയുടെ ഫ്രണ്ട് ലൈൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകളായിട്ട് കഴിഞ്ഞ 60 വർഷങ്ങളായിട്ട് ഇന്ത്യൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് MiG-21. ഈ MiG-21 ഈ ഒരു വർഷം അവസാനിക്കുന്നതോടുകൂടി തന്നെ ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് ഡീകമ്മീഷൻ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കറണ്ട് നിലവിലുള്ള ഇന്ത്യൻ എയർഫോഴ്സിന്റെ സ്ക്വാഡ്രൺ സ്ട്രെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ IF currently operates 29 fighter squadrons, well below the sanction strength of 42 squadron, highlighting the quantitative gap in air power. അതായത് സാങ്ഷൻ ചെയ്തിരിക്കുന്ന 42 എയർ സ്ക്വാഡ്രനകത്ത് നിന്ന് നിലവിൽ 29 ഫൈറ്റർ സ്ക്വാഡ്രൻസ് മാത്രമാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്യുന്നുള്ളത്. ഒരു വളരെ വലിയൊരു ഗ്യാപ്പാണ് നമുക്ക് അവിടെ ഉള്ളത്. ഒരു ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള ഗ്യാപ്പാണ്. 42 സാങ്ഷൻ ചെയ്ത് ബട്ട് 29 ആണ് എഫക്റ്റീവ് ആയിട്ട് കറന്റ് ഓപ്പറേഷൻ ഉള്ളത്. ഓക്കെ, സോ ഇതിന്റെ മെയിൻ ഓപ്പറേഷൻ, ഈ ഗ്യാപ്പ് വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡക്ഷൻ ഓഫ് LCA Mk-1A delayed. The introduction of the indigenous light combat aircraft Tejas Mk-1A, India's advanced 4th generation fighter aircraft ആണ്. സോ ഇതിന്റെ ഇൻഡക്ഷൻ, അതായത് ഫൈറ്റർ എയർക്രാഫ്റ്റ് ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഇൻഡക്ട് ചെയ്യുന്നതിന് ഒരുപാട് ഡിലേ ഫേസ് ചെയ്യുന്നുണ്ട്. Deliveries are expected to start soon with production set a pace of least 16 jets per year. അതായത്
16 ജെറ്റ് പെർ ഇയർ എന്ന ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. റീജിയണൽ സെക്യൂരിറ്റി കണ്ടക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈന ആൻഡ് പാകിസ്ഥാൻ നമ്മുടെ റൈവലറി രാജ്യങ്ങളാണ്, നമ്മുടെ നെയ്ബേഴ്സ് ആണ്. ചൈന ആൻഡ് പാകിസ്ഥാൻ ഹാവ് ബീൻ ഇൻഡക്ടിങ് അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് ഇൻ ദെയർ എയർഫോഴ്സ്. അവരവരുടെ എയർഫോഴ്സിലേക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ അവർ ഇൻഡക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചൈനയുടെ J-20, അതുപോലെ തന്നെ പാകിസ്ഥാന് JF-17 ബ്ലോക്ക് 3 തുടങ്ങിയിരിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകളാണ് എവിടെയുള്ളത്? ചൈനയുടെ പാകിസ്ഥാന്റെ കയ്യിലുള്ളത്. ഇൻക്രീസിംഗ് സ്ട്രാറ്റജിക് ചലഞ്ചസ് ടു ദ IAF ആൻഡ് ഡ്രൈവിംഗ് മോഡേണൈസേഷൻ അർജൻസി. ദാറ്റ് മീൻസ് ഇത്തരത്തിൽ അഡ്വാൻസ്ഡ് എയർക്രാഫ്റ്റ് അവരുടെ കയ്യിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പേടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? ഇന്ത്യൻ എയർഫോഴ്സ് മോഡേണൈസ് ചെയ്തിരിക്കുന്ന ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഒരു ഇൻക്രീസിംഗ് സ്ട്രാറ്റജിക് ചലഞ്ച് ആണ് ഇന്ത്യ ഫേസ് ചെയ്യാൻ പോകുന്നത്. MiG-21 സേഫ്റ്റി കൺസേൺസുകൾ നോക്കുകയാണെങ്കിൽ MiG-21 ഹാസ് ബീൻ ഇൻവോൾവ്ഡ് ഇൻ ഓവർ 100 ആക്സിഡന്റ്സ്. ഫ്ലൈയിങ് കോഫിൻസ് എന്നാണ് ഇതിന്റെ നിക്നെയിം. MiG-21 ഒരു നിക്നെയിം ആണ് ഫ്ലൈയിങ് കോഫിൻ, പറക്കുന്ന ശവപ്പെട്ടി എന്നാണ് അറിയപ്പെടുന്നത്. ദാറ്റ് മീൻസ് ഏകദേശം ഒരുപാട് ആക്സിഡന്റ്സുകൾ നടന്നിട്ടുണ്ടായിരുന്നു. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പൈലറ്റ് ആൻഡ് എയർക്രാഫ്റ്റ് ലോസുകൾ നമുക്ക് നടന്നിട്ടുണ്ടായിരുന്നു. 100ഓളം ആക്സിഡന്റുകളാണ് MiG-21 റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഫ്ലൈയിങ് കോഫി എന്ന് വിളിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ റിട്ടയർമെന്റ് കുറച്ചുകൂടി ഫാസ്റ്റ് ആക്കിയിട്ട് മോഡേണൈസ്ഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. പക്ഷേ മോഡേൺ ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ കൊണ്ടുവരുന്നതിന് നമുക്ക് ചലഞ്ചസുകൾ ഉണ്ട്, പ്രൊഡക്ഷൻസ് ആൻഡ് ഡെവലപ്മെന്റ് ചലഞ്ചസുകൾ. മെജോറിറ്റി നമ്മുടെ എയർക്രാഫ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ്, HAL. പർട്ടിക്കുലർലി എഞ്ചിൻ ഡെവലപ്മെന്റ് ഇഷ്യൂസ് ഹാവ് സ്ലോഡ് ദ പേസ് ഓഫ് ന്യൂ എയർക്രാഫ്റ്റ് ഇൻട്രൊഡക്ഷൻ. അത് ഹിന്ദുസ്ഥാൻ HAL നൽകുന്ന ഈ ഒരു പ്രൊഡക്ഷൻ ഡിലേസ് ആണ് മെജോറിറ്റി, അല്ലെങ്കിൽ എഞ്ചിൻ പ്രൊഡക്ഷൻ ഡിലേ ആണ് മെജോറിറ്റി എയർക്രാഫ്റ്റുകൾ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിലേക്ക് ഇൻഡക്ട് ചെയ്യാൻ സാധിക്കാത്തത്. IAF 2 decade plan. The IAF intend to induct over 600 new jets over next 2 decades. അടുത്ത 20 വർഷത്തിന്റെ ഇടയിൽ ഏകദേശം 600ഓളം പുതിയ ജെറ്റുകളാണ്, ഫൈറ്റർ ജെറ്റുകളാണ് ഇൻഡക്ട് ചെയ്യാൻ ഇന്ത്യൻ എയർഫോഴ്സ് ശ്രമിക്കുന്നത്. വിത്ത് മേജർ ഫോക്കസ് ഓൺ LCA വേരിയൻസ് ആൻഡ് ഇൻഡിജിനസ് സൊല്യൂഷൻസ്. മെജോറിറ്റി ഫോക്കസ് ചെയ്യുന്നത് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ്, LCA, അതുപോലെ തന്നെ ഇൻഡിജിനസ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ, അതായത് ഇന്ത്യ തന്നെ നിർമ്മിക്കുന്ന മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റിൽ ഉണ്ടാക്കുന്ന എയർക്രാഫ്റ്റുകൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. Contracts and indigenous development. A major contract of 83 LCA Mk1 jets has been signed and work on LCA Mk2, a next generation fighter has started. Already നമ്മൾ 83 LCA Mk1A ഫൈറ്റർ ജെറ്റുകൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ LCA Mk2 എന്ന് പറഞ്ഞിരിക്കുന്ന പുതിയൊരു ജനറേഷൻ, 5th ജനറേഷൻ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്കിലും നമ്മൾ ഇന്ത്യ ഇൻവോൾവ്ഡ് ആണ്. There are also plans for development of indigenous engines. Through programs remain slow. Reliance on older aircraft. Okay. അപ്പോൾ ഓൾഡർ എയർക്രാഫ്റ്റ് ആണ് നിലവിൽ ഇന്ത്യൻ എയർഫോഴ്സ് റിലേ ചെയ്തിട്ടുള്ളത്. പഴയ എയർക്രാഫ്റ്റ് വെച്ചിട്ടാണ് ഇന്ത്യൻ എയർഫോഴ്സ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്ലോ പ്രൊഡക്ഷൻ, ലോങ് ജസ്റ്റേഷൻ പീരീഡ്സ്, ഡിലേ ഇൻ ഇൻഡിജിനസ് ഡെവലപ്മെന്റ് ഹാവ് മെയ്ഡ് ദ IAF ഡിപ്പെൻഡന്റ് ഓൺ ലെഗസി പ്ലാറ്റ്ഫോംസ് ലൈക്ക് MiG-21 ഫോർ ലോങ്ങർ ദാൻ പ്ലാൻഡ്. അതായത് പുതിയ എയർക്രാഫ്റ്റുകളൊന്നും ഇൻജക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഓൾറെഡി എന്താണ് ലെഗസി ആയിട്ട് മാറിയിട്ടുള്ള MiG-21 എയർക്രാഫ്റ്റിന്റെ മുകളിലൊക്കെ ഇന്ത്യൻ എയർഫോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, റാഫേൽ ഫൈറ്റർ ജെറ്റ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആട്ടോ. ഫേസ് ഇൻഡക്ഷൻ സ്ട്രാറ്റജി. മോഡേണൈസേഷൻ ഈസ് ബീങ് മാനേജ്ഡ് വിയ ഗ്രാജുവൽ ഫേസ് ഇൻഡക്ഷൻ റാദർ ദാൻ all at one replacement, balancing operational needs and industrial capabilities. Okay, then indigenous capability gaps. Indigenous ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. Well, there are long-term plans to achieve self-reliance for 5th generation fighter engines and technology. Critical capability and technological challenges persist. That means ഇൻഡിജിനസ് ആയിട്ടൊരു ഫൈറ്റർ ജെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ചലഞ്ചസുകൾ നിലവിലുള്ളത് കൊണ്ട് തന്നെ ഇൻഡിജിനസ് ആയിട്ടുള്ള എഞ്ചിൻസുകളോ ഫൈറ്റർ എയർക്രാഫ്റ്റുകളോ ഡെവലപ്പ് ചെയ്യുന്നതിന് നമുക്ക് കുറച്ച് ഡിലേസ് വേണമെങ്കിൽ ഫേസ് ചെയ്യാം. പിന്നെ ഡിഫൻസ് പോളിസി ഇംപ്ലിക്കേഷൻസ്. ദ ഇഷ്യൂ അണ്ടർസ്കോർസ് ലാർജർ ഡിഫൻസ് പോളിസി ഡിബേറ്റ്സ്, ദ നീഡ് ഫോർ ടെക്നോളജിക്കൽ സെൽഫ് റിലയൻസ്, മേക്ക് ഇൻ ഇന്ത്യ, the modernization of armed forces and responses to evolving regional threats. Okay, അതായത് ഇന്ത്യൻ ഡിഫൻസ് പോളിസി വീണ്ടും എന്താണ് അണ്ടർസ്കോർ ചെയ്യണം. എന്തിന്? ടെക്നോളജിക്കൽ റിലയൻസ്, മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റിലൂടെ ഒരുപാട് ഇൻഡിജിനസ് ആയിട്ടുള്ള എയർക്രാഫ്റ്റുകൾ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ ആർമഡ് ഫോഴ്സസിനെ മോഡർണൈസ് ചെയ്യണം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. ഇത് ഓൾറെഡി ഡിഫൻസ് പോളിസിൻ്റെ അകത്ത് നമുക്ക് ഇംപ്ലിക്കേഷൻസ് ഗവൺമെന്റ് കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഡിഫൻസ് പോളിസികൾ ഇറക്കുന്ന സമയത്ത് ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സോ ഈ ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കറണ്ട് അഫയേഴ്സിന്റെ നോട്ട് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ നൽകിയിട്ടുള്ള ഡ്രൈവിന്റെ ആക്സസ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഫോർ എനി ഡൗട്ട്സ് and suggestions, please mention in the comment box. Okay, thank you.